ആദ്യ സംവിധായകൻ ഒരു പി ഭാസ്കറിനെ പോലെ ഉള്ള ആളാവുക പറഞ്ഞാൽ തന്നെ അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ളത് ഷീല ചേച്ചിക്ക് മാത്രമേ ഉള്ളൂ. ഭാഗ്യജാതകം ഒരു ഹീറോ ആയിട്ട് ഞാൻ മാത്രമേ പുള്ളി വരിക എന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ വളരെ കൊച്ചിൽ തുടങ്ങി സംഗീതത്തിനോടുള്ള സ്നേഹം കൊണ്ട് അന്ന് ഞാൻ ലിറിക്സൊക്കെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഒരു സ്ത്രീയിലെ ഇന്നലെ നീ ഒരു സുന്ദരരാഗമായ ഒരു കൊച്ചു സ്വപ്നത്തിന് ചിറകുമായ അവിടുത്തെ, അപ്പോൾ അന്നേ ഈ ഭാവന മാനത്തെ മട്ടുപ്പാവിൽ താരക നാരിമാര ഗാന നിർജരികേട്ടു തരിച്ചു നിന്നു എന്നൊക്കെ എഴുതണ ഒരു ഭാവന അന്നേ ചെറുപ്പമായിരിക്കുമ്പോഴേ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങി എനിക്ക് അങ്ങനെ. അപ്പോൾ അത് പി ഭാസ്കരനാണെന്ന് ഇങ്ങനെ കേട്ടിട്ടുള്ളൂ. അപ്പോൾ ആളുടെ കൂടെ ഇങ്ങനെ എത്രയും ദിവസം വർക്ക് ചെയ്യുക. അതുമാതിരി ഭാസ്കർ മാഷ് ഭയങ്കര പേടിക്കാറാണ്. അതായത് ഞങ്ങൾ പേടിച്ച ആവശ്യത്തിലല്ല. ഇപ്പോൾ ഹിമാലയത്തിൽ പോകുമ്പോൾ ഇങ്ങനെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഷൂട്ട് ചെയ്ത ഒരു നദിയൊക്കെ ഇങ്ങനെ കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു വരമാതിരി ഉണ്ടാവുള്ളൂ. അപ്പോൾ മാസ്റ്റർ സൈഡിലേക്ക് നോക്കുകയില്ല. അല്ല, ഒരു വളരെ ഇതുള്ള ഒരു സംവിധാനം. സ്ക്രിപ്റ്റ് വായിച്ച എക്സ്പീരിയൻസ് അണിയറ എന്ന് പറഞ്ഞാൽ ഉറൂബിൻ്റെ നോവലാണ്. അത് മഞ്ജുലാസ് പ്രൊഡ്യൂസ് ചെയ്ത് ഭരതൻ സംവിധാനം ചെയ്ത് അതിൻ്റെ ഫസ്റ്റ് സോഷ്യൽ പടം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആ പടത്തിൽ തന്നെ ഹീറോയിട്ട് അഭിനയിക്കാൻ ബുക്ക് ചെയ്തു. എൻ്റെ നോവൽ തന്നു എം ഒ ജോസഫ് സാർ, മഞ്ജുലാസ്. ആ നോവൽ ഞാൻ ഒരുപാട് ബുക്സ് വായിക്കും. അപ്പോൾ അതുകൊണ്ട് നോവൽ വായിച്ചപ്പോൾ എനിക്ക് ആ ക്യാരക്ടർ കിട്ടി. അപ്പോൾ സ്ക്രിപ്റ്റ് ഒന്ന് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഭരതനപ്പം ഒന്ന് 2 പടം ചെയ്തിട്ടുണ്ട്. ചോദിക്കണത് മോശമില്ല, അവരെന്ത് വിചാരിക്കുന്ന വെച്ച് ഞാൻ അവിടെ ചെന്നിട്ട് അഭാവനെ എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞ് നമുക്ക് ആ സ്ക്രിപ്റ്റ് ഒന്ന്, അപ്പോൾ നായികയുടെ അഭിനയിക്കണം കുട്ടി വന്നു, അപ്പോൾ ഒന്ന് വായിച്ചിട്ട് നാളെ തുടങ്ങിയാലോ. അപ്പോൾ ആ കുട്ടി ഇങ്ങോട്ട് ഒന്ന് റൂമിലേക്ക് വിളിച്ചിട്ട് ഒന്ന് കേൾപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ വായിച്ചത് ആ ഒറ്റ പ്രാവശ്യം വായനമുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഷോട്ട് തുടങ്ങി നമുക്ക് ആ ബലരാമൻ എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് ഇങ്ങനെ പോകാൻ പറ്റും. ഞാൻ ഈ ഭരതൻചേട്ടൻ്റെ ഒരു ഒറ്റ സിനിമ ചെയ്തിട്ടുള്ളൂ. പക്ഷേ പിന്നീട് അതിന് ശേഷം പല സിനിമകളും കണ്ടിട്ടുണ്ട്, അമരം വരെയുള്ള ഒത്തിരി. അപ്പോൾ അന്ന് തുടങ്ങി എനിക്ക് തോന്നിയിട്ടുള്ളത് പുള്ളി എന്തെടുക്കണം, ആ സംഭവം എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ളത് പൂർണ്ണമായിട്ടും. ഇപ്പോൾ ഈ ലാൽ ജോസ് അവർക്കൊക്കെ ഇപ്പോഴത്തെ കാറ്റഗറി, ഇപ്പോൾ ജോസ് സാർ, ഇപ്പോൾ ചില ആൾക്കാർ എല്ലാവർക്കും ഉണ്ടാവില്ല. അപ്പോൾ കറക്റ്റായിട്ട് പുള്ളിക്ക് ഇന്നത് വേണം എന്ന് പുള്ളിക്കറിയാം. ഹി വാണ്ട്സ് ദിസ് ഫ്രം ദിസ് ആർട്ടിസ്റ്റ്. അപ്പോൾ അത്രയും കാര്യക്ഷമമായിട്ട് മനസ്സിൽ ആ തീം അങ്ങനെ ഉദ്ദേശിക്കുന്ന രീതിയിൽ എടുത്ത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനകത്ത് യാതൊരു കോംപ്രമൈസും ചെയ്യാത്ത അങ്ങനെയുള്ള ആളെ വിജയിക്കുള്ളൂ. അങ്ങനത്തെ ഒരു ഡയറക്ടറാണ് പുള്ളി. വളരെ കൂളാണ്. ഞാൻ എന്ത് അങ്ങനെ പറഞ്ഞ മോനെ എന്ന് പറഞ്ഞാൽ തോളത്ത് ഓടിച്ച് ആരെടുത്തായാലും പുള്ളി വളരെ ഇതായിട്ട്. ആദ്യ നായിക അതിനകത്ത് 2 പേരുണ്ട്. മമത ഊർമിള എന്ന് പറഞ്ഞ കുട്ടിയായിരുന്നു ആദ്യത്തെ ഒരു. പിന്നെ അതിനിടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ അതിനിടയ്ക്കൊരു ഷൂട്ടിങ് തുടങ്ങി. കാരണം സുമിത്രൻ റാണി ചന്ദ്രയും ഒക്കെ ഉള്ളൊരു മുത്തുന്നൊരു പടത്തിനുണ്ടായിരുന്നു. അവരാണ് ശരിക്കും അതിൻ്റെ ഷൂട്ടിംഗ് ആയിരുന്നു ആദ്യം. അത് പിന്നെ അങ്ങനെ ഒരു ഇതായിട്ട് അങ്ങനെ ഇത് ഉള്ള പ്രോമിനൻ്റ് ആയിട്ട് വന്നത് അണിയറയാണ്. ആ കുട്ടി പറഞ്ഞാൽ ബക്കറിൻ്റെ സിനിമയിലൊക്കെ അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റായിരുന്നു. അപ്പോൾ ഈ ക്യാരക്ടർ അവരുടെ ക്യാരക്ടർ പിന്നെ ഭരതനെ പോലെ സംവിധാനമുള്ളപ്പോൾ പിന്നെ അവർക്ക് ജസ്റ്റ് പുള്ളി പറയുന്ന മാതിരി ചെയ്താൽ മാത്രം മതി. ഇത് തന്നെ ആദിശങ്കർ തന്നെയാണ് ആദ്യം ഒരു ഡബ്ബിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം പിന്നെ ഈ ശങ്കരാചാര്യൻ എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യ 32 വയസ്സ് വരെ ജീവിച്ചിരുന്നുണ്ടെങ്കിലും ആദിശങ്കർ എന്ന് പറയുന്ന വലിയൊരു എന്താ പറയുക ഇന്ത്യ മുഴുവൻ കീഴടക്കിയ ഒരാളാകുമ്പം ഇനി ഓരോ ബാസ് വോയിസോ കൂടെ ആരെങ്കിലും വേണമായിരിക്കും എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഈ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു സീൻ എങ്ങനെ പുള്ളി പറഞ്ഞ പ്രോംപ്റ്റ് ചെയ്യേണ്ട വലിയ സീനാണ്. അതും സംസ്കൃതമൊക്കെ വന്നപ്പോൾ ഇപ്പോൾ ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപരഹ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ്. അതായത് ജീവാത്മാവ് തന്നെയാണ് ബ്രഹ്മം അഥവാ പരമാത്മ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വലിയ ലെങ്ത്തിൽ അല്ലെങ്കിൽ ട്രോളിയിലെടുക്കണം. ഭാസ്കർ മാഷ് ഗോപികുമാർ പിന്നീട് ഒരുപാട് സിനിമ പുള്ളി ഗോപി പ്രോംപ്റ്റ് ചെയ്യേണ്ട മുരളി പറഞ്ഞോളുന്നത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസും അത് പറഞ്ഞപ്പോൾ പുള്ളിക്ക് അത് അപ്പം തന്നെ ചിലതൊക്കെ അപ്പോഴേ റെക്കോർഡ് ചെയ്യാവുന്നതൊക്കെ സ്റ്റുഡിയോ വയ്ക്കാത്തുള്ളതൊക്കെ അപ്പോഴേ എടുക്കും. പുള്ളി മുരളി ചെയ്താൽ മതി, അത് വേറെ ആരെങ്കിലും ചെയ്താൽ അതിൻ്റെ സകല ഇതുവരെ ചെയ്ത മുഴുവൻ അത് ഫസ്റ്റ് പിന്നെ അണിയറ ഞാനാണ് പൊതുവേ റോമിയോ മാത്രം ഞാൻ അത് ഡയറക്ടറിൻ്റെ അടുത്ത് പറഞ്ഞ വിത്ത് യുവർ പെർമിഷൻ ഒരു വില്ലൻ ആണെന്ന് വെറുതെ വില്ലനല്ല അതിനകത്ത് ആണെന്ന് വെറുതെ തോന്നാൻ വേണ്ടി ഒരു പരിപരുക്കൻ ശബ്ദമുള്ള നമുക്ക് തിരഞ്ഞേട്ടനെ മോനെ കൊണ്ട് ജയിച്ചാൽ എന്താണ് അഭിപ്രായം, പൂർണ്ണ സംഭവമാണെങ്കിൽ മാത്രമേ എന്നുള്ളത്. ഞാൻ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ബേസിക്കലി ഡയറക്ടറുടെ ആർട്ടാണ്. സോ ഇഫ് യു വിഷ് സോ ഡു ഇറ്റ്.